നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിരുന്നു അർജുൻ്റെയും ശ്രീധുവിൻ്റെതും. അവിടെ ലവ് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. പ്രേക്ഷകരാണ് അതൊരു ലവ് കോംബോ ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചത്. വീടിനുള്ളിൽ പരസ്പരം അവർ ഫ്രണ്ട്സാണ് എന്നല്ലാതെ അതിൽ കൂടുതൽ ഒന്നും തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഉണ്ടായതും കണ്ടിട്ടില്ല. പല തവണ അവിടെ അർജുൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നല്ലൊരു ഫ്രണ്ടാണ് എന്നുള്ള കാര്യം പല തവണ അർജുൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ അവിടെ ഒരു ലവ് കോംബോ എന്നുള്ള രീതിയിൽ അവർ ഒരിക്കലും അതിനെ കണ്ടിട്ടില്ല. അത് ഏറ്റെടുത്തത് പ്രേക്ഷകരാണ്. പക്ഷേ ആ ഏറ്റെടുക്കൽ അവിടെ ശ്രീധുവിൻ്റെ മമ്മിക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മി വന്ന് ശ്രീധുവിനെ അതിൽ നിന്നും വിലക്കി. അതിൽ പിന്നെ ശ്രീധുവിനെ ആകെ കൺഫ്യൂഷനാണ്. അവൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, അർജുൻ ഫേക്കാണോ, റസ്മിൻ ഫേക്കാണോ, ആ ഫ്രണ്ട്ഷിപ്പ് എന്താണ് മമ്മി വേണ്ടാന്ന് പറഞ്ഞത്, അതിലുള്ള ഫോൾട്ട് എന്താണ് എന്നൊക്കെയാണ് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നത് അവിടെ. അതുകൊണ്ട് തന്നെ അർജുനുമായിട്ട് സംസാരിക്കാനും അടുക്കാനും അവിടെ ശ്രീധുവിന് സാധിക്കുന്നില്ല. ശ്രീധു പരമാവധി അകലം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അർജുനിൽ നിന്നും. പരമാവധി സംസാരിക്കാതെ മാറി നടക്കാനും കൂടുതൽ സംസാരിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കാനും ഒക്കെ ശ്രീധു അവിടെ ശ്രമിക്കുന്നുണ്ട്. അത് അർജുന് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുമുണ്ട്. അത് അർജുനും റസ്മിനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മമ്മി വന്നതിന് ശേഷമുണ്ടായ ആ മാറ്റം, മമ്മിയുടെ പെരുമാറ്റത്തിലുണ്ടായ ആ ഒരു കാര്യം അവർക്കത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു തോന്നൽ അവിടെ അർജുൻ്റെ മനസ്സിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഇവിടെ ആകെ പ്രശ്നത്തിൽ പെട്ടിരിക്കുന്നത് സത്യത്തിൽ ശ്രീധുവാണ്. ശ്രീധുവിന് ശരിയേത് തെറ്റേത് എന്നുള്ള കൺഫ്യൂഷനാണ് ശ്രീധുവിനുള്ളത്. ഇവിടെ ഫേക്ക് ആണ്. ഇടയ്ക്കിടയ്ക്ക് അവിടെ അർജുൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ് നീ ഫേക്ക് എന്ന്. തമാശ രീതിയിൽ പറഞ്ഞിരുന്ന ആ കാര്യം ഇപ്പോൾ ഒറിജിനലായിട്ടാണ് ശ്രീധു ചിന്തിക്കുന്നത്. അർജുൻ ഒരു ഫേക്ക് ആണ് എന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രീധു ചിന്തിച്ചു കൂട്ടുന്നത്. റസ്മിൻ്റെ അടുത്ത് രാത്രി ശ്രീധു പറയുന്നുണ്ട്, ആരും എൻ്റെ അടുത്ത് പറഞ്ഞതല്ല, ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രീധു അവിടെ. ഇപ്പോൾ അർജുൻ അവിടെ ജാസ്മിൻ്റെ അടുത്തൊക്കെ പാട്ടുപാടുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ശ്രീധുവിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീധുവിന് അർജുൻ്റെ അടുത്ത് സംസാരിക്കാനും വയ്യ. എന്നാൽ അർജുൻ മറ്റുള്ളവരുമായിട്ട് കൂടുതൽ ഇടപെടുന്നതും സംസാരിക്കുന്നതും ശ്രീധുവിന് സഹിക്കുന്നുമില്ല എന്നാണ് എനിക്ക് തോന്നിയത്. ശ്രീധുവിനെ രാത്രി ഒട്ടും ഉറക്കമില്ലായിരുന്നു. ശ്രീധു ഭയങ്കര ടെൻഷനിലാണ്. സത്യത്തിൽ മര്യാദയ്ക്ക് ഹാപ്പി ആയിട്ട് കിടന്ന് ഉറങ്ങിയിരുന്ന പെങ്കൊച്ചാണ്. മമ്മി വന്ന് സംസാരിച്ചതോടുകൂടി മൊത്തം ഹാപ്പിനെസ്സും ആ കൊച്ചിൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. ആകെ ടെൻഷനും പരിഭ്രാന്തിയാണ് ഇപ്പോൾ ശ്രീധുവിൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ അർജുനായിട്ട് കൂടുതൽ അടുക്കാനും സംസാരിക്കാനും പറ്റാത്തൊരു സിറ്റുവേഷൻ, മമ്മി വിലക്കിയതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷേ അർജുൻ അവിടെ മറ്റുള്ളവരുമായി കൂടുതൽ ഇടപഴകുമ്പോൾ അത് സഹിക്കാത്ത ഒരവസ്ഥയും ശ്രീധുവിൽ ഉണ്ടാവുന്നുണ്ട്. അതാണ് അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദേഷ്യം, അപ്പോൾ അവിടെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നുമില്ല, എന്നാൽ മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അർജുൻ ഫേക്കാണ് എന്നൊരു ചിന്ത, പിന്നെ മമ്മി പറഞ്ഞതോർത്തിട്ടുള്ള ചിന്ത, മൊത്തത്തിൽ കൺഫ്യൂഷനായിട്ട് ഉറക്കമില്ലാത്തൊരവസ്ഥയിലാണ് സത്യത്തിൽ ശ്രീധു. മമ്മി ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാനായിട്ട് വൈകുന്നുണ്ട്, ഇന്നത്തെയും കൂടി മമ്മി ഉറങ്ങിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നിരുന്ന് റസ്മിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അർജുൻ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അർജുൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ ഗ്ലാസ് ക്രഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ് മുറുക്കെ പിടിക്കുന്നുണ്ട് അവിടെ ശ്രീധു. സത്യത്തിൽ ശ്രീധുവിനെ അർജുൻ കുറേ സമയം മിണ്ടാനായിട്ട് വന്നു. എന്നിട്ട് നീ അത് അവോയ്ഡ് ചെയ്തത് കൊണ്ടാണ് അർജുൻ മിണ്ടാതെ പോകുന്നത് എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ ശ്രീധുവിന് ദേഷ്യം വന്നത്. ശ്രീധു എനിക്ക് ഗ്ലാസ് ക്രഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ അർജുൻ മിണ്ടുന്നില്ല എന്നുള്ളത് ശ്രീധുവിനെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ ശ്രീധുവിനെ കൂടുതൽ അങ്ങോട്ട് മിണ്ടാനോ അടുപ്പം കാണിക്കാനോ സാധിക്കാത്ത അവസ്ഥയും. സത്യത്തിൽ ആകെ പെട്ട അവസ്ഥയിലാണ് ശ്രീധു എന്നാണ് നമുക്ക് ലൈവ് കണ്ട സമയത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്.